നല്ല അടിപൊളി ബാറ്ററി ലൈഫുള്ള ഒരു ഫോൺ, അതും സ്ലിം ആയ ഒരു ഫോൺ വേണം, നല്ല ക്യാമറയും അതിലുണ്ടാവണമെങ്കിൽ ഇന്ന് കിട്ടാവുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് ഇത് വിവോ V40e. ഇതാണ് ഇന്ത്യ സ്ലിമ്മസ്റ്റ് ഫോൺ വിത്ത് 5500 mAh ബാറ്ററി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ മുകളിൽ തന്നെ ഫോൺ ഇരിക്കുന്നുണ്ട്. ഫോണിന്റെ ഡിസൈൻ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് വിവോ V40e. ഡിസൈനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ബോക്സിൽ വേറെ കേസ്, ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. 80 വാട്ടിന്റെയാണ് ചാർജർ. ടൈപ്പ് A to ടൈപ്പ് C കേബിൾ വരുന്നുണ്ട്. പിന്നെ സിം ടൂളും വരുന്നുണ്ട് ബോക്സിനകത്ത്. സോ അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇതാണ് ഫോൺ. റോയൽ ബ്രോൺസ്, അതാണ് ഈ ഒരു കളറിന്റെ പേര്. ഇതിന് മറ്റൊരു കളർ കൂടിയുണ്ട്, മിന്റ് ഗ്രീൻ എന്ന് പറയുന്ന ഈ കളർ. ഇൻഫിനിറ്റി ഐ ക്യാമറ മോഡ്യൂൾ എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. ഈ ക്യാമറ ഡിസൈനെ വിളിക്കുന്നത്. എങ്ങനെയുണ്ട് സംഗതി, ഇഷ്ടപ്പെട്ടോ? 7.49 mm ഇതിന്റെ തിക്നെസ് വരുന്നുള്ളൂ. ഒപ്പം തന്നെ 183 ഗ്രാമിന്റെ വെയിറ്റ് ഈ ഒരു ഫോണിനുള്ളൂ. IP64 വാട്ടർ റേറ്റിംഗ് അടക്കം വരുന്നുണ്ട്. പിന്നെ താഴെ ഡുവൽ നാനോ സിമിന്റെ സ്ലോട്ട് കാണാം. മൈക്ക്, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. മോളി ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ കാണാം. മൊത്തത്തിൽ ഡിസൈൻ വൈസ് വളരെ സ്ലിം ആയിട്ടും നൈസ് ആയിട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. ഒരു ഇഷ്യൂ ഇല്ല, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 6.77 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ AMOLED 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല, ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ. കോട്ട് സെൻസേഷൻ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ക്ലോസ്ഡ് ബോക്സ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ എന്നാണ് അവർ ഇതിന്റെ സ്പീക്കറിനെ വിളിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സോ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും തരുന്നുണ്ട്. സോ ഈ ഫോണിന്റെ ഡിസൈനും ഡിസ്പ്ലേ ഒന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഇനി ഇതിന്റെ ക്യാമറയാണ് മറ്റൊരു സ്പെഷ്യൽ ഐറ്റം. വിവോയുടെ ക്യാമറകൾ അത്യാവശ്യം നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ക്യാമറ സാമ്പിളാണ് ഈ കാണുന്നത്. 50 മെഗാപിക്സലിന്റെ സോണി OIS മെയിൻ ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ ഇമേജുകൾ ഞാനോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 50 മെഗാപിക്സലിന്റെ AI ഓട്ടോ ഫോക്കസ് സെൽഫി ക്യാമറയാണ് വരുന്നത്. സ്റ്റെബിലൈസേഷനോട് കൂടിയ സ്മൂത്ത് ആയി വീഡിയോസ് നമുക്ക് ഇതുപോലെ എടുക്കാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറയിലും 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ സാമ്പിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ സാമ്പിളുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. സോ മൊത്തത്തിൽ വിവോ V40e എന്ന ഫോണിനകത്തെ ക്യാമറ വളരെ നന്നായിട്ട് തന്നെ തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. പിന്നെ ഇത് കൂടാതെ ചില അഡീഷണൽ ഫീച്ചറുകളും വിവോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോസ് എടുക്കുന്ന ഭാഗത്ത്, അതായത് പോർട്രേറ്റിൽ ഫെസ്റ്റീവ് പോർട്രേറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള കുറച്ച് ഇമേജുകൾ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. ഈ കാണുന്നതാണ് അതിന്റെ ഓപ്ഷൻ. ഇതിൽ എടുക്കുന്ന ഫോട്ടോസ് ഇതുപോലെ ആയിരിക്കും കിട്ടുക. എങ്ങനെയുണ്ടെന്ന് നോക്കുക. പിന്നെ വിവോ കളർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കളർ സിസ്റ്റം കൂടി ഈ ക്യാമറയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ കാണുന്ന തരത്തിലുള്ള ഓപ്ഷനുകൾ നമുക്ക് കിട്ടും. അതായത് വിവിഡ്, ടെക്സ്റ്റേഡ്, നാച്ചുറൽ, മൂന്നിന്റെ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ടെന്ന് നോക്കുക. പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന മറ്റു ചില സംഭവങ്ങൾ, AI ഫോട്ടോ എൻഹാൻസർ. നമ്മുടെ ഒരു പഴയ ഫോട്ടോ കണ്ടിട്ട് ക്ലാരിറ്റി കുറവൊക്കെ ഉള്ളതാണെങ്കിൽ അതിൽ AI ഫോട്ടോ എൻഹാൻസ് കൊടുത്താൽ കുറച്ചും കൂടി ക്ലാരിറ്റി കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുൻപും ശേഷവുമുള്ള എഫക്റ്റുകൾ കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ AI ഇറേസർ, നമുക്ക് അൺവാണ്ടഡ് ആയ ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഇതുപോലെ ഇറേസ് ചെയ്ത് കളയാൻ സാധിക്കും. സോ അങ്ങനെയാണ് മൊത്തത്തിൽ ഇതിന്റെ ഫോട്ടോഗ്രാഫി ഏരിയ മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. പ്രോസസർ നോക്കി കഴിഞ്ഞാൽ ഡയമസിറ്റി 7300 എന്ന പ്രോസറാണ്. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ 8GB എക്സ്റ്റൻഡഡ് റാമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റാം സ്റ്റോറേജിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. സോ 16GB റാം പോലെയൊക്കെ ഉപയോഗിക്കാമെന്ന സാരം. പിന്നെ വിവോയുടെ ഫോണാണ് ഇത്. ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫോണാണ്. അപ്പോൾ ഇതിനകത്ത് പെർഫോമൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫോണല്ല. എന്നാലും സാധാരണ യൂസിന് യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. FunTouchOS 14, Android 14 ബേസ്ഡ് ആണ്. പെർഫോമൻസ് ഒന്നും യാതൊരു ഇഷ്യൂസും ഇല്ല, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി നോക്കിയാൽ 5500 mAh ബാറ്ററിയാണ്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി ലൈഫിനെ കുറിച്ചോ ചാർജിങ്ങിനെ കുറിച്ചോ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതൊക്കെ ടോപ്പ് ലെവലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില അഡീഷണൽ ഫീച്ചറുകൾ കൂടി വരുന്നുണ്ട്. AI സൂപ്പർ ലിങ്ക് എന്ന് പറയുന്നത്, അതായത് കുറച്ചും കൂടി ബെറ്റർ ആയ നെറ്റ്വർക്ക് റിസപ്ഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന സംവിധാനമാണ്. അതിന്റെ ഒപ്പം തന്നെ ഡൈനാമിക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഇതിന്റെ ബാക്കിൽ ഓൾറെഡി സ്റ്റുഡിയോ ക്വാളിറ്റി ഓറ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചുകൊണ്ട് ഇതിന്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോസും മറ്റും എടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ടെമ്പറേച്ചർ മാറുന്നത്. അത് കൂടാതെ ഇതൊരു നോട്ടിഫിക്കേഷൻ പോലെയും വർക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് ഡൈനാമിക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് കയറി ആവശ്യമുള്ള രീതിയിൽ എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. സോ മൊത്തത്തിൽ വിവോ V40e എന്ന് പറയുമ്പോൾ 7.49 mm സ്ലിം ആയ ഒരു നല്ല ബാറ്ററി ലൈഫ് തരുന്ന, അത്യാവശ്യം നല്ല ക്യാമറയുള്ള, സാധാരണ യൂസിനാണെങ്കിൽ യാതൊരു പെർഫോമൻസ് ഇഷ്യൂ കാണിക്കാത്ത ഡീസന്റ് പെർഫോമൻസ് ഉള്ള ഒരു നല്ല വിവോ ഫോൺ. വിവോയുടെ പതിവായിട്ടുള്ള രീതി അനുസരിച്ചിട്ടുള്ള ഒരു നല്ല സ്റ്റൈലിഷ് ആയ വിവോ ഫോൺ. ഇനി ഇതിന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 8GB റാം 128GB സ്റ്റോറേജിന് 28999 ആണ്. 8GB റാം 256GBക്ക് 30999 ആണ്. പിന്നെ അതിൽ ഫ്ലാറ്റ് 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട് HDFC SBI കാർഡുകളിൽ മേൽ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 10% കിട്ടും. ഫ്ലിപ്കാർട്ടിലും vivo.com-ലും ഇത് അവൈലബിൾ ആയിരിക്കും. പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ് വേണ്ടവർക്ക്. പ്രീ ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവൈലബിൾ ആവുന്നത് 2 ഒക്ടോബർ തൊട്ടായിരിക്കും. ആവശ്യമുള്ള ഒരു ഓഫറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. പർച്ചേസ് ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. V40e എന്ന ഫോണിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ നമുക്ക് കാണാം. ബൈ.